കഴിഞ്ഞ 6 മാസമായി അടിക്കടി ഉണ്ടാകുന്ന കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് 150ഓളം വരുന്ന കർഷക കുടുംബങ്ങൾ. എവിടെയാണെന്നല്ലേ, ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ പാലക്കാവ് മേഖലയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി കാട്ടാനകൾ തുടർച്ചയായി എത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് കാക്കത്തോട് വനമേഖലയിൽ നിന്നും ഇവിടേക്ക് കാട്ടാനകൾ എത്താൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഓരോ മാസം ഓരോ ഇടവിട്ടേക്കിന് വന്നുകൊണ്ടിരിക്കും. എല്ലാ മാസവും ഏലം ഈ പ്രാവശ്യം വെച്ച ഏലമാണ് മൊത്തം ഉണങ്ങിപ്പോയിട്ട് അതാ കളയുന്നത്. ഇടുക്കി ജില്ലയിലെ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. ഏറ്റവും കൂടുതൽ നേരിടുന്നത് കാട്ടാനകളുടെ ശല്യം. ഉപ്പുതറ പഞ്ചായത്തിലെ പാലക്കാവ് മേഖലയിൽ കഴിഞ്ഞ 6 മാസമായി കാട്ടാനകൾ നിരന്തരം എത്തുകയാണ്. 4 ദിവസത്തോളമായി കൃഷിയിടങ്ങളിലെത്തുന്ന കാട്ടാനകൾ വ്യാപക നാശം വിതച്ചു. തെങ്ങ്, വാഴ, ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയ കൃഷിവിളകളാണ് നശിപ്പിച്ചത്. കൊച്ചാനിമൂട്ടിൽ നിഷ, പുത്തൻപുരയ്ക്കൽ ഓമന, ചെറുവള്ളി അനു വർഗീസ, പുല്ലുവേലിയിൽ റിജു പൗലോസ് എന്നിവരുടെ കൃഷിയിടത്തിൽ ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് വരുത്തിയത്. പറമ്പുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഈ ആന കയറാൻ തുടങ്ങി, എല്ലാം ചവിട്ടി പറിച്ച് മൊത്തം കളയുക. എല്ലാം ചെയ്യും ഞങ്ങൾ. ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണം ഞങ്ങൾക്ക്. അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയല്ല. ഞങ്ങളിവിടെ ഇന്നും ഇന്നലെയും വന്ന ആൾക്കാരൊന്നും അല്ല, വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കാക്കത്തോട് വനമേഖലയിൽ നിന്നുമാണ് കാട്ടാനകൾ ഇവിടേക്ക് കൂട്ടമായി എത്തുന്നത്. പ്രതിരോധ മാർഗങ്ങളില്ലാത്തതിനാൽ ഇവ കൃഷിയിടങ്ങളിൽ തന്നെ തമ്പടിക്കുന്ന അവസ്ഥ. മുമ്പ് നാട്ടുകാർ പ്രതിഷേധമുയർത്തിയതോടെ വനം വകുപ്പ് വൈദ്യുത വേലി സ്ഥാപിക്കുന്നതിന് അളവെടുത്തു പോയെങ്കിലും പിന്നീട് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ കർഷക കൂട്ടായ്മ രൂപീകരിച്ച് പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. കാട്ടാനകളെ കൊണ്ടിങ്ങനെ നാട്ടുകാർ പൊറുതി മുട്ടി ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും വനം വകുപ്പ് അധികൃതർക്ക് ഇത് കണ്ട ഭാവമില്ല കേട്ടോ. വലിയ പ്രതിഷേധമാണ് നാട്ടുകാർക്കുള്ളത്. അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കാണാം. കുറേ നാളുകളായിട്ട് ഞങ്ങൾക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ പലരെയും DFO ഉൾപ്പെടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സർവ്വ ആൾക്കാരും ഞങ്ങൾ അറിയിച്ചാണ്. പക്ഷെ അവർ വന്നു നോക്കും, കാണും, നടപടി ഉണ്ടാക്കുക എന്ന് പറയുന്നതല്ല. ഇന്ന് വരെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, നിരന്തരമായിട്ട് ഞങ്ങളെ ആനകൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പേടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ മേലാത്തില്ല. ഞങ്ങൾ വർഷങ്ങളായി ഉറങ്ങിയിട്ട്. പ്രദേശവാസികൾ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ DFOനെയും മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വിവരങ്ങളൊക്കെ അറിയിച്ചു. എങ്കിൽ പോലും അവർ വേണ്ട തരത്തിലുള്ള നടപടികൾ എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാസവും തന്നെ വന്ന് ഏലം, കാപ്പി, കൊടി എല്ലാ സാധനങ്ങളും നശിപ്പിക്കുകയാണ്. ഒരു തരത്തിലുള്ള സംരക്ഷണവും സ്വത്തിനും ജീവനും കിട്ടുന്നില്ല. അതാണ് നാട്ടുകാരുടെ, പ്രദേശവാസികളുടെ പ്രതികരണം. പട്ടയഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ജീവൻ ഭയന്നാണ് ആ കുടുംബങ്ങളൊക്കെയും ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. വേലി സ്ഥാപിക്കാൻ അളവെടുത്തു പോയിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, പക്ഷേ എതിലേ പോയെന്ന് മാത്രം ആർക്കും അറിയില്ല. സന്ദീപ് രാജാക്കാട് കൂടി ചേരുന്നു വിവരങ്ങളുമായി. സന്ദീപ്, ഈ വന്യജീവി പ്രതിരോധം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ് കാണുന്നത്. ഈ വേലിയൊക്കെ കെട്ടാൻ വേണ്ടി പാലക്കാവിൽ അളവൊക്കെ എടുത്തു പോയിട്ടുണ്ട്, പക്ഷേ പിന്നീട് ആ അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒന്നും ഒരു വിവരവുമില്ല. വലിയ പ്രതിഷേധമുണ്ട് അവിടെയല്ലേ? വിനിത, തീർച്ചയായിട്ടും പാലക്കാവിലെ ഈ ഒരു ജനങ്ങളുടെ ദുരവസ്ഥയ്ക്ക് കാരണം എന്ന് പറയപ്പെടുന്നത് വനം വകുപ്പിൻ്റെ അനാസ്ഥ മാത്രമാണെന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും. കാരണം അത്രയധികം ദുരിതമാണ് ഈ നാട്ടിലെ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വനമേഖലയിൽ നിന്ന് കാട്ടാനകൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുക, കൃഷിയിടത്തിൽ ഇറങ്ങുക, ആ കൃഷിയിടത്തിൽ മാസങ്ങളായി തമ്പടിക്കുന്ന ഒരു സ്ഥിതി. കഴിഞ്ഞ 6 മാസമായി നിരന്തരം കാട്ടാന ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഉപ്പുതറ പഞ്ചായത്തിലെ പാലക്കാവ് മേഖല എന്ന് പറയുന്നത്. അവിടെ ഈ കഴിഞ്ഞ 5 ദിവസത്തോളമായി അടുപ്പിച്ച് കാട്ടാനകൾ എത്തുന്ന ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 3-4 ആനകൾ എത്തുന്നു, ചിലപ്പോൾ ഒരെണ്ണം എത്തുന്നു. അങ്ങനെ ദിവസങ്ങളായി എത്തുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായിരിക്കുന്നു. അവർ നട്ടുവളർത്തിയിരുന്ന വർഷങ്ങളായി പരിപാലിച്ചു കൊണ്ടുവരുന്ന തെങ്ങുകൾ നശിപ്പിക്കുന്നു, കവുങ്ങുകൾ നശിപ്പിക്കുന്നു, കാപ്പി, കൊക്കോ, വാഴ, അങ്ങനെ ഒരു വിള പോലും ഇല്ലാത്ത തരത്തിലേക്ക് കൃഷിനാശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നാട്ടുകാർ പൊറുതി മുട്ടുമ്പോൾ, ഉറക്കം നഷ്ടപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തുമ്പോൾ ഇവരെ ഒന്ന് തണുപ്പിക്കുവാൻ വേണ്ടി വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെത്തുന്നു. അവർക്ക്
കൃത്യമായി ഉറപ്പ് കൊടുക്കും, ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കും. അങ്ങനെ ഏതാനും നാളുകൾക്ക് മുമ്പാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അളവെടുക്കലും പരിപാടികളും ഒക്കെ നടത്തി മടങ്ങിയത്. ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ട് മാത്രം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മേലുകാവിലെ ആളുകൾ. മറ്റു പ്രദേശത്തും സമാനമായ രീതിയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്നുണ്ട്. കാട്ടാന മാത്രമല്ല, വന്യമൃഗങ്ങൾ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന പ്രദേശത്തെല്ലാം കാട്ടുപന്നിയും കാട്ടുപോത്തും കുരങ്ങും അടക്കമുള്ള മറ്റു വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്നുണ്ട്. പക്ഷേ ജീവൻ ഭയന്ന് കഴിയേണ്ടി വരുന്നത് ഈ കാട്ടാനകൾ അടിക്കടി ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ടൊരു കൂട്ടായ്മ തന്നെ അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അനാസ്ഥ അവസാനിപ്പിക്കണം, തങ്ങൾക്ക് സുരക്ഷിതമായി ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം. ഒരു ഫെൻസിംഗ് ഇട്ടാൽ സുരക്ഷിതമായി ആ വനമേഖലയിൽ നിന്ന് കാട്ടാനകൾ പുറത്തേക്ക് വരാതിരിക്കുന്ന തരത്തിലൊരു ഫെൻസിംഗ് നടപടി സ്വീകരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് അവിടുത്തെ പ്രശ്നം. പാലക്കാവിലെ കർഷകരും പറയുന്നത് അത് തന്നെയാണ്. ഫെൻസിങ്ങിന് വേലി കെട്ടുന്നതിന് അളവൊക്കെ എടുത്തു പോയ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ടും വെക്കുന്നു. എത്രയും പെട്ടെന്ന് അവിടെ ഒരു വേലി സ്ഥാപിക്കണം. ഈ കാട്ടാന ശല്യത്തിൽ നിന്നും അവിടുത്തുകാർക്ക് ഒരു ആശ്വാസം നൽകണം. വനമന്ത്രിയുടെയും ശ്രദ്ധയിൽ ഞങ്ങൾ ഈ റിപ്പോർട്ട് കൊണ്ടുവരികയാണ്. ഉടൻ തന്നെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാവട്ടെ.